എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിലെ ചാത്തന്നൂർ ഹൈസ്കൂളിൻ്റെ 75-ാം വാർഷികം മെയ് മാസം 24-25 തീയതികളിൽ പൂർവാധികം ഗംഭീരമായി കൊണ്ടാടുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. സ്കൂളൊക്കെ നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഭദ്രദീപം കൊളുത്തി പരിപാടികൾ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒന്ന് ഓഡിറ്റോറിയത്തിലേക്ക് പെട്ടെന്നൊന്ന് കയറിയിരിക്കണം. നമ്മുടെ ചെറിയ കുട്ടികൾ അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സ്കൂളിലെ ചെറിയ കുട്ടികളുടെ മേളമാണ് ആദ്യത്തെ പരിപാടി. ആറങ്ങോട്ടുകര ശിവേട്ടനാണ് കുട്ടികളെ മേളം പഠിപ്പിച്ചത്. നമ്മുടെ വജ്രജൂബിലിയുടെ ആദ്യത്തെ
എല്ലാവരും ഒന്ന് കൈയടിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ആശാന. സാദരം നമസ്കാരം, നന്ദി, സ്നേഹം, സന്തോഷം. അവരെ വേണ്ട രീതിയിൽ നമ്മൾ ആദരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ചാത്തന്നൂർ സ്കൂളിൻ്റെ എല്ലാതരം വികസന പ്രവർത്തനങ്ങളിലും പതിറ്റാണ്ട് ലക്ഷ്യത്തോടു കൂടി എന്തെങ്കിലും നിർമ്മിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റി, ഗേറ്റഡ് കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. തിരുമിറ്റക്കോട് സഹകരണ ബാങ്കിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് ഏകദേശം 30ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിന്നോട് കടന്നു വരുന്നത് കഴിയുന്നത് നമ്മുടെ ഈ വഴിയിലോ ചാത്തന്നൂർ സെൻട്രൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന വഴിയരികിലോ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ ഫോർമേഷനിലെ വൈറ്റ് ആൻഡ് ഓറഞ്ചുള്ള കുട്ടികൾ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് കമ്മിറ്റിയോടുകൂടി ചേർന്ന് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റിയിലെ കുട്ടികൾ വളരെ ഇൻവോൾവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പമുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാവരും നമ്മൾ വളരെയധികം സ്നേഹത്തോടെ നൃത്ത സംഗീത സന്ധ്യ അത് പൊന്നാനി MP അബ്ദുൾ സമദ് സമദാനിയാണ് സ്മരണിക ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ടാണ് SPC കേഡറ്റുകൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ഗാർഡോഫോൺ സ്വീകരിച്ച ശേഷം നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ പ്രിയ ലോക്സഭാംഗം ശ്രീ അബ്ദുൾ സമദ് സമദാനി വജ്ര ജൂബിലിയോടനുബന്ധിച്ച് വേദിയിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ ഗാർഡോഫോണിലെ വികാസനവും പരിപാടി ഉദ്ഘാടനവുമാണ്. എല്ലാവരും അദ്ദേഹത്തെ നിറഞ്ഞ കയ്യടിയോടുകൂടി വേദിയിലേക്ക് ആനയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും നമ്മുടെ ലോക്സഭാംഗത്തെ നിറഞ്ഞ കയ്യടിയോടുകൂടി വേദിയിലേക്ക് ആനയിക്കണമെന്ന് ഉന്നത രാഷ്ട്രീയ നേതാവായ നമ്മുടെ പൊന്നാനിയുടെ നമ്മുടെ പ്രിയ ലോക്സഭാംഗം ശ്രീ അബ്ദുൾ സമദ് സമദാനി സഹർഷം സാമോദം അദ്ദേഹത്തെ ഈ വചന ജൂബിലി സംഘാടക സമിതി വേദിയിലേക്ക് ആനയിക്കുന്നു. കറിക്കാത്ത മുറിവേട്ട ഇവിടേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ഒന്ന് സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കണം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നവരെ എല്ലാവരെയും കാണാൻ സാധിക്കണം. ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം
ഓ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മുടെ സ്കൂൾ GHSS ചാത്തന്നൂർ അതിൻ്റെ വജ്ര ജൂബിലി ആഘോഷിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി വിദ്യാലയമാണിത്. കഴിഞ്ഞ 75 വർഷ കാലയളവിൽ ഈ വിദ്യാലയം കലാ, കായിക, വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ ഈ നാടിന് വ്യക്തമായൊരു സ്ഥാനം ഉണ്ടാക്കി തന്നു. ഈ മഹത്തായ വിദ്യാലയത്തിൻ്റെ 75ാം വാർഷികം അതിനാൽ ഈ നാട് ആഘോഷമായി തന്നെ കൊണ്ടാടാനും തീരുമാനിച്ചു. വ്യത്യസ്തങ്ങളായ വിവിധ പരിപാടികൾ ഈ 2 ദിവസം സ്കൂളിൽ നടത്തുന്നു. അതോടൊപ്പം ഈ വർഷം 75 വർഷം തികഞ്ഞ ഈ സ്കൂളിൽ അത്രയും വർഷത്തെ ചരിത്ര സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്മരണികയും ഇതോടൊപ്പം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പ്രാദേശിക എഴുത്തുകാരുടെ സംഗമവും അവരുടെ പുസ്തക പ്രകാശനവും പുസ്തക പ്രദർശനവും നമ്മുടെ സ്മരണിക പ്രകാശനവും ഇന്നിവിടെ നടക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുഹ്റാറ്റി അവർകളാണ്. സ്കൂളിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് നമ്മോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീമതി സുഹ്റാറ്റി അവർകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വപ്നമായ സ്മരണിക പ്രകാശനം ചെയ്യുകയും ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുന്നത് ഏറെ ബഹുമാന്യനായ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ MP ശ്രീ അബ്ദുൾ സമദ് സമദാനിയാണ്. അദ്ദേഹത്തെ പറ്റി പറയാൻ ഏറെയുണ്ട്. വളരെ നല്ല പ്രാസംഗികൻ, ഏറെ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആൾ, നാടിൻ്റെ ഉൾത്തുടുപ്പുകൾ അറിയുന്നയാൾ, അറിവിൻ്റെ നിറകുടം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ മനസ്സിലാക്കിയത്. അതേറെ സത്യവുമാണ്. അദ്ദേഹത്തെ ഞാൻ ഏറെ ബഹുമാനത്തോടെ ഈ സ്കൂളിൻ്റെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ചേലക്കര MLA ശ്രീ യുവ പ്രദീപ് സാറാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ സാന്നിധ്യം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട കവി ശ്രീരാമൻ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്മരണിക ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ശ്രീ നാരായണൻ നായർ സാറും ശ്രീ വി പത്മനാഭൻ സാറുമാണ്. അവരെ രണ്ടുപേരെയും ഈ ചടങ്ങിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സ്മരണിക
പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്കൂളിലെ തന്നെ ടീച്ചർ ശ്രീമതി സുജിത GS ടീച്ചറാണ്. ടീച്ചറിനെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ മാഗസിൻ ചെയർപേഴ്സണും മാഗസിൻ കമ്മിറ്റിയിലെ ഷെറീന ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുതിർന്ന അധ്യാപകർ, സ്നേഹമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ നാട്ടുകാർ, PTA SNC അംഗങ്ങൾ, പ്രിയ സഹപ്രവർത്തകരെ, എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ ആഘോഷമാണ്. സ്വാഗതം ചെയ്തത് നിങ്ങളെ ഞാൻ ഔപചാരികമായിട്ട് പറഞ്ഞുവെങ്കിലും നമ്മൾ തന്നെയാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ ആരെയും വിട്ടുപോയിട്ടില്ലെങ്കിൽ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ശ്രീമതി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുഹററ്റി അവർകളാണ്. നമ്മുടെ വജ്ര ജൂബിലി സ്വാഗത സംഘം ചെയർപേഴ്സണും കൂടെയാണ് മാഡത്തെ ഞാൻ ഈ യോഗ നടപടികളുടെ ക്രമീകരിക്കുന്നതിനും ബാക്കി നടപടികളിലേക്കും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം MP ആയ അബ്ദുസ്സമദ് സമദാനി അവർകൾ, വേദിയിൽ സ്വാഗതം പറഞ്ഞ അമ്പിളി ടീച്ചർ, തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷെറീന ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനെത്തിയ മുതിർന്ന വിദ്യാർത്ഥികൾ നാരായണൻ നായർ, പത്മനാഭൻ, പ്രകാശനം പ്രസിദ്ധീകരണം പരിചയപ്പെടുത്തുന്ന സുജിത S ടീച്ചർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, നമ്മൾ ഏറ്റവും അഭിമാനത്തോട് കൊണ്ടിക്കണ്ട ഒരു മുഹൂർത്തമാണ് ഇന്ന്. നമ്മുടെ സ്കൂളിൽ 75 വർഷം പിന്നിട്ടപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ എവിടെ ഇന്ന് എത്തി നിൽക്കുന്നതുമൊക്കെ നമ്മുടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ രണ്ട് ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം അഹോരാത്രം പാടുപെട്ടുകൊണ്ട് നമ്മുടെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും എല്ലാം നമ്മൾ ഈ അങ്കണത്തിലേക്ക് ഒത്തുചേർത്തുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രം എല്ലാവരെയും അറിയിക്കുകയും അതിലെല്ലാവരും പങ്കാളികളാവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. 50-ാം വാർഷികം കഴിഞ്ഞപ്പോൾ ഇതേപോലെ വിപുലമായി നമ്മൾ നടത്തിയപ്പോൾ പല മാറ്റങ്ങളും 75-ാം വർഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി. ഈ 75-ാം വർഷത്തിൻ്റെ ഈ നിറവിൽ ഇനി 100-ാം വാർഷികമാകുമ്പോഴേക്കും വലിയൊരു മാറ്റം വരാൻ വേണ്ടി നമ്മളെല്ലാം അകമഴിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ പറയാനുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട MP-ക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സ്മരണിക പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയും നമ്മുടെ ബഹുമാനപ്പെട്ട MP അബ്ദുസ്സമദ് സമദാനി അവരുകളെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, നമോവാകം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരും ബഹുമാന്യരാണ്, പ്രിയപ്പെട്ടവരാണ്. ഗുരുജനങ്ങളുണ്ട്, അധ്യാപക ശ്രേഷ്ഠരുണ്ട്, ജനനേതാക്കളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരുണ്ട്, പ്രതിഭകളുണ്ട്, സർവോപരി നമ്മുടെ കുട്ടികളായ വിദ്യാർത്ഥികളുണ്ട്. എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് T. സുഹ്റ, പ്രിയപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ബ്ലോക്ക് പ്രസിഡന്റ് ഷെറീന, പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് മണികണ്ഠൻ, പ്രിയ സുഹൃത്ത് മുസ്തഫ തങ്ങൾ,
നമുക്ക് സ്വാഗതം ആശംസിച്ച അഭിവന്യയായ പ്രിൻസിപ്പൽ അമ്പിളി ടീച്ചർ, അഭിവന്യയായ ഹെഡ് മിസ്ട്രസ് ബിന്ദു ടീച്ചർ, ബഹുമാനപ്പെട്ട PA കാസിം, ജനാർദ്ദനൻ, അടിയത്ത് നാരായണൻ നായർ, പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ, ഞാനിങ്ങോട്ട് വരുമ്പോഴേ നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്ത് വിജയരാഘവൻ, അതുപോലെ സ്വാഗതം ചെയ്ത് നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എൻ്റെ സ്നേഹിതൻ മുരളീധരൻ KM, പഞ്ചായത്ത് ബോർഡ് മെമ്പർമാരായ PA വാഹിദ്, മൊയ്തുണ്ണി, സുമയ്യ, സ്ഥാപനത്തിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളെ, ഇവിടെ നേരത്തെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്കും എൻ്റെ ആദരം. ജനനേതാക്കളെ, ജനപ്രതിനിധികളായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, കുട്ടികളെ, ഒരിക്കൽ കൂടി നിങ്ങൾക്കെൻ്റെ ആദരം. വലിയ ഒരു സംഗതിക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്, നമ്മളതിൽ പങ്കാളിത്തം വഹിക്കുകയാണ്. മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വജ്ര ജൂബിലി കൊണ്ടാടുകയാണ്. ഓർമ്മയോളം എന്നാണ് അതിന് നാമകരണം ചെയ്തിട്ടുള്ളത്. 2 ദിവസത്തെ പരിപാടികൾ ഇന്ന് ഈ കുളിർമയുള്ള പ്രഭാതത്തിൽ, നേരത്തെ തന്നെ കേരളത്തിൽ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അടുത്ത കാലത്തായിട്ട് മെയ് വരുമ്പോഴേക്ക് മഴ വരുന്നുണ്ട്. അതുകൊണ്ട് ചൂടിനൊക്കെ ഇത്തിരി കുറവുണ്ട്. അങ്ങനെ വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു സുപ്രഭാതത്തിന് ശേഷമുള്ള ഈ ശുഭവേളയിൽ മഹത്തായ ഈ കർമ്മത്തിന് നാം തുടക്കം കുറിക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ അതിപ്രശസ്തമായ 3/4 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ഈ സ്ഥാപനം, അതിൻ്റെ ധന്യമായ പാരമ്പര്യം, അതെല്ലാം അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട നാട്ടുകാർക്കൊപ്പം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തെ അഭിവാദ്യം ചെയ്യുന്നു. 3/4 നൂറ്റാണ്ട് കാലത്തെ ഇതിൻ്റെ ചരിത്രത്തെ അഭിവാദ്യം ചെയ്യുന്നു. ഇതിനെ കെട്ടിപ്പടുത്ത മഹത്തുക്കളായ വിദ്യാസ്നേഹികളായിട്ടുള്ള മുൻഗാമികളെ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപകർ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടാകണമെന്നില്ല. ഈ സ്കൂളിൽ ആദ്യം പഠിച്ചിരുന്ന, പ്രാഥമിക ഘട്ടത്തിൽ പഠിച്ചിരുന്നവർ ഇന്ന് ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉണ്ടായേക്കാം. 5ാം ക്ലാസ്സിലൊരു കുട്ടിയെ ചേർക്കുമ്പോൾ, 1ാം ക്ലാസ്സിലൊരു കുട്ടിയെ ചേർക്കുമ്പോൾ 5 വയസ്സെങ്കിലും ആയി കാണണം. അപ്പോൾ 75 വർഷം കൊണ്ടാടുമ്പോൾ ആ പഠിച്ച വിദ്യാർത്ഥിക്ക് ഇന്ന് 80 വയസ്സായിരിക്കണം. 80 വയസ്സുള്ളവരുണ്ടാവാം. പക്ഷേ 80, 90 75, 5 ഇവിടുന്ന് അങ്ങനെ പറയൂ. 5 മുതലേ ഉള്ളൂ. അത് നിങ്ങൾ പറഞ്ഞാലേ എനിക്കറിയുള്ളൂ. ഞാൻ ശരിക്കുള്ള കണക്ക് പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ടത് മനസ്സിലാക്കാറായി ഇവർ. ഓ മഹാഭാഗ്യം. അപ്പോൾ ഞാൻ ആദ്യം അങ്ങയെ അഭിവാദ്യം ചെയ്യുന്നു. ഇതൊക്കെ പറയണം, ഇതൊക്കെ അറിയിക്കണം. അങ്ങനെ ഒരാളിവിടെ ഇരിപ്പുണ്ടെന്ന് പറയണം. അല്ലാതെ വേറെന്ത് പ്രസംഗിച്ചു പോകാനാ? വലിയ പ്രഭാഷണത്തിലൊന്നും ഒരു കാര്യമൊന്നുമില്ല.
ഇപ്പോൾ ഈ സദസ്സ് എനിക്ക് കാലൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ താഴേക്കൊക്കെ, പക്ഷെ എനിക്ക് ഇഷ്ടം ഇതാണ്. എന്തിനാണ് ഈ സദസ്സിൽ മനുഷ്യന്മാരുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതിന് പകരം ഈ നേതാക്കന്മാരും ജനപ്രതിനിധികൾക്ക് വലിയ ഉയരത്തിൽ കയറ്റുന്ന പരിപാടി നിർത്തിവെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സദസ്സിലിരിക്കണം. ഈ കാശും പണമൊക്കെ ചുരുക്കാൻ കഴിയും. ഞാൻ എത്ര ആളുകളോട് പറയാറുണ്ട്, ഒരു സ്റ്റേജ് കെട്ടിപ്പൊക്കാൻ എത്ര ബുദ്ധിമുട്ടണം. എനിക്കിപ്പോൾ ഇന്ന് കാലിനൊരു പരിക്ക് പറ്റിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതെന്തൊരു സുഖമുണ്ട് സദസ്സിലിരിക്കുമ്പോൾ. ശരിക്കും ഒരു വിദ്യാലയത്തിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ വട്ടത്തിലിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കണം. സ്റ്റേജ് ഉണ്ടാകരുത്. സ്റ്റേജ് മെല്ലെ മെല്ലെ ഇല്ലാതെയാവണം. ഏതാ സ്റ്റേജ് ഏതാ സദസ്സ് എന്ന് തിരിച്ചറിയാത്ത വിധം റൗണ്ട് ചെയ്യണം. അല്ലാതെ സ്റ്റേജിൽ കുറച്ച് ആളുകൾ അവർക്ക് ഒരു പ്രത്യേകതയില്ല, ചിലർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് മാത്രം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്കൂൾ, ഞാൻ വളരെ ഇമാതിരി സ്ഥാപനത്ത് പോകുമ്പോൾ അങ്ങേയറ്റത്തെ ആദരത്തോടെയാണ് പോവുക. ഈ സദസ്സിൽ കണ്ടില്ലേ, 90 വയസ്സായ ഇവിടുത്തെ ആദ്യത്തെ SSLC ബാച്ചിലെ ഒരംഗം, അങ്ങയുടെ പേര്, അവരുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ നാരായണൻ നായർ, അടിയത്ത് നാരായണൻ നായർ. ഇതുപോലെ പലരും സദസ്സിലുണ്ടാവും, പഠിച്ചവരുണ്ടാവും, പഠിപ്പിച്ചവരുണ്ടാവും. അതൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ബഹുമാനപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂ. ഇന്ന് ഒരു സ്കൂളിൻ്റെ ഒരു 75 വർഷം കൊണ്ടാടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ വിശേഷമൊന്നുമല്ല. 100 വയസ്സുള്ള എത്രയോ സ്കൂളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. എത്രയോ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും അത് നാടിൻ്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് 75 വർഷം കഴിഞ്ഞു. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും 75 തികയുകയാണ്, അല്ലെങ്കിൽ തികയാൻ പോവുകയാണ്. അത് നടപ്പിലാക്കിയ ശേഷമുള്ള കാലം 1948 ഈ സ്കൂൾ തുടങ്ങുന്നത്. ഏതാണ് ആ കാലം? മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പുള്ള കാലമാണ്. 1948 ജനുവരി 30 ഈ സ്കൂൾ. ഏത് മാസമാണ് തുടങ്ങിയത് എനിക്കറിഞ്ഞൂടാ. ജനുവരി 30 മഹാത്മജി ലോകത്തോട് വിട പറയുന്നത്. അപ്പൊ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള സന്ദർഭമായിരിക്കണം ഇതെല്ലാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിൻ്റെ ഒരു വാർഷികം കൊണ്ടാടുമ്പോൾ ഇത്രയും 75 വർഷം, 7.5 പതിറ്റാണ്ട്, അതിനിടയിൽ എത്രയോ പേർക്ക് അക്ഷരാഭ്യാസത്തിൻ്റെ വെളിച്ചം പകർന്ന, വിദ്യയുടെ പ്രഭ ചൊരിഞ്ഞ സ്ഥാപനമാണ് ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാഭ്യാസം അറിവാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. വിദ്യാഭ്യാസം വേറെയാണ്, അറിവ് വേറെയാണ്. ഈ തെറ്റിദ്ധാരണയാണ് ഇന്ന് ലോകത്ത് പല കുഴപ്പങ്ങൾക്കും കാരണം. വിദ്യാഭ്യാസമുള്ളവരൊക്കെ അറിവുള്ളവരായിട്ട് തെറ്റിദ്ധരിക്കണം. വിദ്യാഭ്യാസം ഒരുതരം ആ പേര് തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. വിദ്യ അഭ്യസിക്കുക, അഭ്യാസം. ആരെങ്കിലും എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കായികാഭ്യാസം എന്നാണ് പറയാം. അഭ്യാസം, ആ ഒരു വാക്ക് തന്നെ അറിവിനോട് ചേരാത്തതാണ്. അറിവ് വേറെയാണ്, വിദ്യാഭ്യാസം വേറെയാണ്. ഇതൊരു 10 കൊല്ലം മുമ്പ് പറഞ്ഞതിനേക്കാൾ എളുപ്പത്തിൽ ഇപ്പം പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു വിചാരം. കാരണം വിദ്യാഭ്യാസം കൂടുന്തോറും അറിവില്ലായ്മയും കൂടി വരുന്നത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിദ്യാഭ്യാസത്തിന് ഒരു പഞ്ഞുമില്ല. 75 വർഷം മുമ്പ് ചാത്തന്നൂർ ഹയർ ബുദ്ധിമുട്ട് എനിക്കിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കാലിൽ വെച്ചിട്ട് കൊടുത്തോട്ടെ.
സ്മരണികയുടെ ആദ്യ പ്രതി അടിയത്ത് നാരായണൻ നായർക്ക് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട MP അബ്ദുൽ സമദ് സംവിധാനി സാർ പ്രകാശനം നിർവഹിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട MP ക്ഷണിക്കുന്നു. താങ്ക് യു സർ. വെച്ച് തയ്യൊന്നും തരാൻ പറയും. ഫോറസ്റ്റുകാർക്ക് തയ്യിട്ടു. താങ്ക് യു സർ. അടുത്ത നിവേദനം PTA പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ. ചാത്തന്നൂരിലെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സംബോധന അല്പം പഴയ ശൈലിയിലാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ സാഹോദര്യം ദൃഢപ്പെടുത്തേണ്ട ഒരു കാലത്തിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നത് എന്ന് എളിമയോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഉയർന്ന മർദ്ദമാണ് കരിക്കിട്ടയെ വജ്രമാക്കി മാറ്റുന്നത്. അക്ഷര വെളിച്ചം എത്തപ്പെടാത്ത മണ്ണിനെ സാക്ഷരമാക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തത് നമ്മുടെ സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്മരണികയ്ക്ക് വജ്രം പ്രൗഢം എന്നതിലും മികച്ച മറ്റൊരു പേര് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അജ്ഞതയിൽ നിന്നും അറിവിലേക്ക് തന്നെയാണ് മനുഷ്യന്റെ പ്രയാണം. പരസ്യങ്ങളൊന്നുമില്ലാത്ത കവർ പേജ് ഉൾപ്പെടെയുള്ള 314 പേജുകളുള്ള ഈ സ്മരണിക ഈ സത്യാനന്തര മാർക്കറ്റ് കാലത്ത് തീർത്തും വിസ്മയമാണ്. ബാലാരിഷ്ടത മാറാത്ത കഥയും കവിതയും തുന്നിക്കൂട്ടുന്ന പഴയകാല സ്മരണികകളുടെ ചരിത്രത്തിൽ നിന്നും മാഗസിൻ കമ്മിറ്റി പ്രകാശനം ചെയ്യാനായിട്ട് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അമ്പിളി ടീച്ചർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ തിരുവനന്തപുരം പഞ്ചായത്തിൻ്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി T. സുഹ്റ അവർകളാണ്. അവരെ നന്ദി അറിയിക്കുകയാണ്. മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്താമെന്നേറ്റ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എത്താൻ സാധിക്കാതെ പോയ നമ്മുടെ ചേലക്കര നിയോജകമണ്ഡലം MLA UR പ്രദീപ്, അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പൊന്നാനി MLA അല്ല പൊന്നാനി MP ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നമ്മുടെ മാഗസിൻ ഏറ്റുവാങ്ങിയ ഈ സ്കൂളിന്റെ ആദ്യകാല ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് SSLC വിദ്യാർത്ഥി നാരായണൻ നായർ അടികള്, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ PV പത്മനാഭൻ പൂർവ്വ വിദ്യാർത്ഥി ഫസ്റ്റ് SSLC ബാച്ചാണ്, അദ്ദേഹത്തെയും നന്ദി അറിയിക്കുകയാണ്. സ്മരണിക പരിചയപ്പെടുത്തിയ ചാത്തന്നൂർ സ്കൂളിലെ ടീച്ചർ സുജിത ടീച്ചർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് മാഗസിൻ കമ്മിറ്റിയിൽ അഹോരാത്രം പ്രയത്നിച്ച എണ്ണയിട്ടയന്ത്രം പോലെ 1.5 മാസക്കാലം രാവും പകലും ഒന്നാക്കിയ ഒരു മാഗസിൻ കമ്മിറ്റി ഇതിനു വേണ്ടിയിട്ടുണ്ടായിരുന്നു. പരസ്യങ്ങളൊന്നുമില്ലാതെയാണ് ഈ മാഗസിൻ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മാഗസിൻ ഇറക്കുമ്പോൾ തന്നെ എല്ലാ സ്കൂളുകളും ഇറക്കുന്നത് പോലെ കുറച്ച് കഥകളോ കവിതകളോ അല്ലെങ്കിൽ എഴുത്തുകളോ വരകളോ മാത്രമായിട്ട് ഒതുങ്ങരുത് എന്നും 75 വർഷത്തെ പാരമ്പര്യമുള്ള ഈ സ്കൂളിന്റെ ഒരു മാഗസിൻ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പ്രൗഢമായിരിക്കണം, ഗംഭീരമായിരിക്കണം എന്നുള്ള ഉദ്ദേശം സ്കൂളിലെ മൊത്തം പ്രതിനിധികൾക്കും മൊത്തം അംഗങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്താധാരയിൽ നിന്നാണ് പൂർവ്വകാല ചരിത്രം 75 വർഷത്തെ ചരിത്രം ആലേഖനം ചെയ്ത് വരും തലമുറയ്ക്ക് കൂടി ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു മാഗസിൻ ആയിരിക്കണം ചാത്തന്നൂർ സ്കൂളിന്റെ എന്ന തീരുമാനത്തിലെത്തിയതും ഇത്തരത്തിലൊരു മാഗസിനിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു.
ഒരുപാട് പേരെ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾക്ക് സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ മൂലമോ അല്ലെങ്കിൽ പരിമിതമായ വിവരശേഖരണത്തിന്റെ പരിമിതി, സമയ പരിമിതിയൊക്കെ മൂലം മൺമറഞ്ഞു പോയ പല അധ്യാപകരെയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയും ഒക്കെ സ്മരിക്കാൻ, മാഗസിനിൽ രേഖപ്പെടുത്താൻ സാധിക്കാതെ പോയിട്ടുണ്ട്. അതിനൊരു ക്ഷമാപണം കൂടി ഞാൻ ഈ സമയത്ത് നടത്തുകയാണ്. മാഗസിൻ കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വൈസ് ചെയർമാൻ പ്രേമ മെമ്പറാണ്, ഈ വാർഡിന്റെ മെമ്പറാണ്. സ്കൂളിന്റെ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളും പങ്കാളിയാകുന്ന വ്യക്തിയാണ്. എൻ്റെ സഹപ്രവർത്തകർ കൂടിയാണ്. പ്രേമയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അഡ്വൈസറി ബോർഡിലുണ്ടായിരുന്നത് രാമൻ ഭട്ടതിരിപ്പാട്, TM നാരായണൻ, അവരെ പ്രത്യേകം സ്നേഹത്തോടു കൂടി സ്മരിക്കുന്നു, സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. നന്ദിയിൽ ഒതുങ്ങുന്നതല്ല ഇവരൊന്നും ചെയ്തു തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ. വിലപ്പെട്ട സമയം മാറ്റിവെച്ചുകൊണ്ട് ഏത് സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടാലും നമ്മളെ കൂടെ നിൽക്കുന്ന മാന്യ വ്യക്തികളാണ്. പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ മാഷ്, എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് ചന്ദ്രൻ മാഷ്. ഒരുപാട് ഈ പുസ്തകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. എഡിറ്റോറിയൽ വിങ്ങിലുണ്ടായിരുന്ന വിജയരാഘവേട്ടൻ ഓരോ അഭിമുഖങ്ങളും നടത്താനും ആളുകളെ കണ്ടെത്താനും ഓരോ വിദ്യാർത്ഥികളെ എത്തിമുട്ടി ഞങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് വിജയേട്ടൻ. വിജയേട്ടന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മാഗസിൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് പ്രവർത്തിച്ചത് ചിത്രലേഖ ടീച്ചറാണ്. ചിത്രലേഖ ടീച്ചർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ രാജി ടീച്ചർ, മുബഷിർ മാഷ്, സുധ ടീച്ചർ, സത്യഭാമ ടീച്ചർ. സുധ ടീച്ചറും സത്യഭാമ ടീച്ചറും റിട്ടയേർഡ് അധ്യാപകരാണ്. എന്നിട്ട് പോലും സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് മാഗസിന് വേണ്ടിയിട്ടും ഇവിടെ ഏത് സമയത്തും അവൈലബിൾ ആയിരുന്നു. നമുക്ക് അവർ എപ്പോഴും വിളിച്ചാൽ വരുമായിരുന്നു. ചന്ദ്രമാഷും ഒക്കെ അങ്ങനെ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും വരാനും ഈ 1.5 മാസം കൊണ്ട് ഇത്തരം ഒരു പുസ്തകം തയ്യാറാക്കി പുറത്തെടുക്കാനും നമ്മളെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ്. സാനിക്കുട്ടി ടീച്ചർ, കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സാനിക്കുട്ടി ടീച്ചർ, ശ്രീജ ടീച്ചർ, പ്രവീണ ടീച്ചർ, സുജിത ടീച്ചർ, ഇന്ദിര ടീച്ചർ, സന്തോഷ് മാഷ്, സിബിമോൾ ടീച്ചർ, ഫയറൂസ് ബേഗം ടീച്ചർ, ബിജി ടീച്ചർ, ഡിസി ജോർജ് ടീച്ചർ, ജിഷ ടീച്ചർ, MPTA പ്രസിഡന്റ് ആയിട്ടുള്ള രമ്യ മനോജ്, പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള അഞ്ജന ദേവി, ജോസ്നി CJ, ആത്മിക അനിൽ എന്നിവർക്ക് പ്രത്യേകം മാഗസിൻ കമ്മിറ്റിയുടെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ ചടങ്ങിന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന ഓരോ വ്യക്തികൾക്കും, പൂർവ്വ അധ്യാപകർക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്കും, അവരുടെ കുടുംബങ്ങൾക്കും, ജനപ്രതിനിധികൾക്കും, സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, സ്കൂളിലെ അധ്യാപക വൃന്ദങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി മാഗസിൻ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.